ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർലോക്ക് മെഷീനിൽ എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. പവർ മെഷീനിൽ ഇപ്പോൾ ജുക്കി, ജാക്ക്, സിറുബ, പെഗാസസ് അങ്ങനെ ഒരുപാട് മോഡൽ പവർ മെഷീൻസ് ഉണ്ട്. ഓവർലോക്ക് എല്ലാത്തിലും ഒരേ മെത്തേഡിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. ആ ഹെഡ് എടുത്ത് പൊക്കി വെക്കണം. ഓവർലോക്ക് മെഷീൻ്റെ ടാങ്ക് അടിയിലാണ്. അടിയിൽ കാണുന്ന ബ്ലാക്ക് കളർ സ്ക്രൂ റിമൂവ് ചെയ്യുക. ആ സ്ക്രൂ റിമൂവ് ചെയ്ത ടാങ്കിലുള്ള ഓയിൽ നമുക്കൊരു ബോട്ടിലേക്ക് എടുക്കാൻ പറ്റും. മാക്സിമം ഒരു 8 മാസം കൂടുമ്പോഴെങ്കിലും ഓയിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഓയിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പുതിയ ഓയിൽ ഒഴിക്കണം. പഴയ മെഷീനിലേക്ക് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 900 മില്ലിയൊക്കെ വരിക. അത് വളരെ ഓൾഡ് മെഷീനിലാണ്. പുതിയതിലാകുമ്പോൾ ഒരു 600 മില്ലി മതിയാവും. ഓയിൽ ലെവൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ ഓയിൽ ഫിൽറ്ററാണ്. ആ 3 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരു ഓയിൽ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യണം. എല്ലാവരും ഓയിൽ മാത്രം ചേഞ്ച് ചെയ്യാറാണ് കൂടുതൽ ആൾക്കാരും. മാക്സിമം ഓയിൽ ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓയിൽ ഫിൽറ്റർ ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് വെളിയിലേക്ക് എടുക്കുക, പഴയതെടുത്ത് മാറ്റിയിട്ട് പുതിയത് വയ്ക്കുക. ഇതിലിപ്പോൾ പുതിയ മെഷീൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ അത്ര അഴുക്ക് പിടിച്ച പോലെ തോന്നില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള മെഷീനൊക്കെ അഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വളരെ ബ്ലാക്ക് കളറായിട്ടുണ്ടാവും. അതിൻ്റെ ശരിയായ പുതിയ ഓയിൽ ഫിൽറ്ററിൻ്റെ കളർ എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ മെഷീനിൽ നിന്ന് അഴിക്കുന്നതാണ്. പുതിയ നമ്മളതിലിപ്പോൾ ഇടുന്നുണ്ട്. അതിൻ്റെ കളർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ എത്ര വൃത്തിയാണെന്ന്. അപ്പോൾ മാക്സിമം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓയിൽ ഫിൽറ്ററോടെ എല്ലാവരും മാറ്റണം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഓയിൽ ചേഞ്ചിങ്. ലേഡീസിന് വരെ ചെയ്യാൻ പറ്റും. ചെറിയ വർക്കാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കേസാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അത് കറക്റ്റായിട്ട് ആ ഫിൽറ്റർ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യുക. നമുക്ക് ഇതിൽ ഓയിൽ ഒഴിക്കേണ്ട ഭാഗവും ഓയിലിൻ്റെ അളവൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ. എല്ലാവരും ഓയിൽ ഒഴിക്കുമ്പോൾ അളവ് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, ഒരുപാട് കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ടാണ് നമുക്ക്. മാക്സിമം കറക്റ്റ് ഇതിൻ്റെ അളവിന് മാത്രം ഓയിൽ ഒഴിക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലൊക്കെ ആണെങ്കിൽ ഒരു 600 മില്ലി ഓയിൽ മതിയാവും. 1 ലിറ്ററിൻ്റെ കുപ്പി വാങ്ങിച്ച് അങ്ങനെ കൊണ്ട് ഒഴിക്കരുത് ആരും. 600 മില്ലി ഓയിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പുതിയതാണെങ്കിൽ. പഴയതൊക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 800 മില്ലിയൊക്കെ വരും. ഇപ്പോൾ അതിൽ കാണുന്ന ബ്ലാക്ക് റബ്ബർ ബുഷ് മാറ്റിയിട്ടാണ് ഓയിൽ ഒഴിക്കേണ്ടത്. മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ ആ ഓയിൽ ഇൻഡിക്കേറ്ററിന് മെൻഷൻ ചെയ്ത ഭാഗത്ത് നമുക്ക് ഓയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓയിലിൻ്റെ ലെവൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓയിൽ ലെവലിൽ നിന്ന് സ്ക്രീനിൽ കാണുന്ന പോർഷനിലും കാണാൻ പറ്റും. അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചെറിയൊരു ഗ്ലാസ് ആണ് അവിടെ. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ലൈൻ കാണാം. അതിലെ മുകളിലത്തെ ആ ലൈൻ വരെ ആ ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.